അതെ, ജീനിയസ് സ്കോളർഷിപ്പ് കോൺടെസ്റ്റില് പങ്കെടുത്ത് 1,00,000 സ്കോളർഷിപ്പ് ജയിക്കണോ? ഉടനെ തന്നെ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനില് ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സ്കോളർഷിപ്പ് വിൻ ചെയ്യൂ. ദൂരെ ഇത് ജോഗിപൂർ എന്ന ഗ്രാമത്തിൽ 2 സഹോദരങ്ങൾ അമ്മ കമലാബായിയുടെ കൂടെ താമസിക്കുന്നു. അവരുടെ അച്ഛന്റെ മരണത്തിനു ശേഷം മൂത്ത ചേട്ടൻ വിമലാണ് വീട് മുഴുവൻ നോക്കുന്നത്. വിമൽ എന്നും കൃഷിഭൂമിയിൽ കഷ്ടപ്പെട്ടാണ് വീട്ടിൽ വരുന്നത്. വീടിന്റെ പുറകെ പശുക്കളെ നോക്കുമായിരുന്നു. ഇളയ സഹോദരൻ നന്ദു പഠിക്കണമെന്ന് പറഞ്ഞു പോയി വെറുതെ കറങ്ങി നടക്കും. വൈകുന്നേരമായി വയറ് നിറച്ച ആഹാരം കഴിച്ച് കൂർക്കം വലിച്ച് കിടന്നുറങ്ങും. കുറച്ചു ദിവസം കഴിഞ്ഞ് വിമലിന്റെ കല്യാണം ശ്യാമളയുമായി നടന്നു. ശ്യാമള നല്ലതായിരുന്നു, ഉത്തരവാദിത്വമുണ്ടായിരുന്നു. ദിവസം പോകുന്നു, നന്ദുവിൽ ഒരു മാറ്റവും വന്നില്ല. ഒരു ജോലിയും കൂലിയില്ലാതെ ഗ്രാമത്തിൽ വെറുതെ കറങ്ങി നടന്ന് കുഞ്ഞു കുഞ്ഞു മോഷണങ്ങളൊക്കെ ചെയ്ത് ആ പൈസ കൊണ്ട് കൂട്ടുകാരൻ സൂര്യയുടെ കൂടെ ചൂത് കളിക്കാൻ പോകുമായിരുന്നു. ഹേയ് നന്ദു, എന്റെ അച്ഛൻ എന്നെ എന്നും വഴക്ക് പറയും. ഞാൻ നന്നായി പഠിക്കുന്നില്ലെന്ന് പറഞ്ഞു. പഠിത്തം നിർത്താൻ എന്നോട് പറയുന്നത്. ഇനി വല്ല ജോലിക്കും പോവാനും പറഞ്ഞു. നീ എന്താ ജോലിക്ക് പോവാണോ? പൊക്കോ പൊക്കോ. പക്ഷെ ഞാനോ ചൂത് കളിച്ച് നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങി അടിച്ചു പൊളിച്ച് നടക്കും. നിന്റെ വീട്ടുകാർ നിന്നെ വഴക്കൊന്നും പറയില്ലേ? അവർക്കൊന്നും അറിയില്ല ഞാൻ എന്ന് സ്കൂളിൽ പോയി നന്നായി പഠിക്കുന്നുണ്ടെന്നാ അവരുടെയൊക്കെ വിചാരം. പക്ഷെ എന്റെ തലയിലാണെങ്കിൽ ഒന്നും കേറില്ല. അതുകൊണ്ട് ആ പാവങ്ങൾ എനിക്ക് വേണ്ടി പൂജയൊക്കെ ചെയ്യുന്നത്. എന്റെ മൂത്ത ചേട്ടനും അങ്ങനെയൊക്കെ തന്നെയാ. എല്ലാം കൊള്ളാം. പക്ഷെ ഇന്ന് നമ്മൾ കലാകാന്തിന്റെ തോട്ടത്തിൽ നിന്ന് മോഷ്ടിച്ച മാങ്ങ തിരിച്ചു കൊടുക്കണോ? നമ്മൾ പിടിക്കപ്പെട്ട അവര് മരത്തിൽ കെട്ടിയിടും. നമ്മൾ എത്ര തവണ മോഷ്ടിച്ചിട്ടുണ്ട്, ഇതുവരെ പിടിക്കപ്പെട്ടോ? നീ വാ. അങ്ങനെ അവര് പോയി മോഷണം തുടങ്ങിയപ്പോ അവരെ പിടിച്ചു. വീട്ടിലെ കാര്യം പറഞ്ഞപ്പോ ഭയങ്കരമായി വഴക്ക് നടന്നു. സാരമില്ലമ്മേ, അവൻ ചെറിയ പയ്യനല്ലേ. ഇതൊക്കെ അവന്റെ ഈ പ്രായത്തിലുള്ള കുസൃതികളാണ്. ഇതിനെ കുസൃതി എന്നല്ല, മോഷണം എന്നാ പറയുന്നേ. കഴിഞ്ഞ 4 വർഷമായിട്ടും 9ാം ക്ലാസ്സിൽ തന്നെയല്ലേ പഠിക്കുന്നേ. സ്കൂൾ മാസ്റ്ററിന്റെ അടുത്ത് ചോദിച്ചപ്പോഴാ അറിഞ്ഞ് സ്കൂളിലേ ഇവൻ പോകാറില്ല. നിനക്ക് വല്ല പഠിക്കണമെന്ന് ഉദ്ദേശമുണ്ടോ നന്ദു? ഇല്ലെങ്കിൽ നഗരത്തിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്യ്. സമയം നമുക്ക് വേണ്ടി കാത്തിരിക്കത്തില്ല. നഗരത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും കറങ്ങി നടക്കാം. അനിയ, നീ ഇവിടെ നന്നായിട്ട് പഠിക്കുവോ? അതോ അനുജത്തി പറഞ്ഞതുപോലെ നഗരത്തിൽ ജോലി ചെയ്യാൻ പോകുന്നോ? ഞാൻ നഗരത്തിൽ ജോലി ചെയ്യാൻ പോവാൻ ചേട്ടാ. എത്ര തന്നെ പഠിച്ചിട്ടും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ പറഞ്ഞ് നഗരത്തിൽ പോയി ചൂത് കളിക്കാമെന്ന് ആലോചിച്ച് നേരെ ചെന്ന് കൂട്ടുകാരൻ സൂര്യയോട് പറഞ്ഞു. മോഷ്ടിച്ചത് കാരണം എന്റെ അച്ഛൻ എന്നോട് പഠിക്കേണ്ടെന്ന് പറഞ്ഞു നന്ദു. എരുമകളെ മേയ്ക്കലാണ് ഇപ്പൊ എന്റെ ജോലി. നീ ഇങ്ങനെ ഈ ഗ്രാമത്തിൽ ഈ എരുമകളെയും തെളിച്ചുകൊണ്ട് നടന്നോ? ഞാൻ നഗരത്തിൽ പോയി ചൂത് കളിച്ച് അടിച്ചു പൊളിക്കും. ഇത്രയും പറഞ്ഞതിനു ശേഷം സന്തോഷത്തോടെ നഗരത്തിൽ പോയി. നഗരത്തിലെ സ്ഥിതി അങ്ങനെയല്ലായിരുന്നു. അവൻ കരുതിയതുപോലെ അവിടെ വലിയൊരാളുടെ കടയിൽ ഇരുമ്പിന്റെ ജോലി നന്നായി കഷ്ടപ്പെട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ആഹാരം പോലും കിട്ടില്ല. അല്ലെങ്കിലേ മടിയനാണ്. എപ്പോഴും ചൂത് കളിക്കാൻ ആഗ്രഹം. അതുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ചെയ്തല്ലേ പറ്റൂ. വീട്ടിൽ നിന്ന് കൊടുത്തിട്ട പൈസ എല്ലാം തീർന്നു. ഇഷ്ടമില്ലെങ്കിൽ പോലും അവൻ എന്നും കഷ്ടപ്പെടുകയായിരുന്നു. അവിടെ ജോഗിപൂരിൽ ഒരു ദിവസം പോലുമില്ല കുഞ്ഞനിയനെ വിമൽ ആലോചിക്കാതിരുന്നിട്ടില്ല. പാവം എന്റെ അനുജൻ. അവന് കൃത്യസമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ എന്തോ? അതെ, അവന് വിശപ്പ് സഹിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും കഴിച്ചോ എന്തോ. ചെറുപ്രായത്തിൽ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ വലുതാകുമ്പോ ഒന്നും നമ്മൾ നേടത്തില്ല. എനിക്ക് ഉറപ്പുണ്ട് അവൻ നന്നായി തന്നെ വരും അമ്മ. അവരെല്ലാരും നന്ദുവിനെ ആലോചിക്കുമായിരുന്നു. അവിടെ നന്ദുവിന്റെ കൂട്ടുകാരൻ സൂര്യ 4 എരുമ വാങ്ങിച്ചു കൊടുത്തവന്റെ അച്ഛൻ നോക്കാൻ പറഞ്ഞു. കഷ്ടപ്പെട്ട് അതിനെ വളർത്തി പാല് വിറ്റ് നന്നായി പൈസ ഉണ്ടാക്കുന്നു സൂര്യ. മാസങ്ങൾ നീണ്ടുപോയി. ഒരു ദിവസം പെട്ടെന്ന് ഒരു ചെറുക്കൻ കീരിയുടുപ്പിൽ കുഴഞ്ഞു കിടന്ന മുടിയുമായി വീട്ടിലോട്ട് വന്നു. അമ്മേ, അമ്മേ, അമ്മ എവിടെയാണ്? എനിക്ക് വിശക്കുന്നുണ്ട്. വേഗം എന്തെങ്കിലും കഴിക്കാൻ തരൂ. അയ്യോ, ഇത് ആരാണ് നീ? എന്താ പറ്റിയത്? എന്താ നീ ഇങ്ങനെ? നിനക്ക് ആരെയാ വേണ്ടത്? ഞാനാണമ്മേ, നന്ദു. ആ വാക്കുകൾ കേട്ട് കമലാബായിയുടെയും ശ്യാമളയുടെയും കിളി പോയി. ഒരു നിമിഷം പോലും കാത്തിരിക്കാതെ ശ്യാമള ഭർത്താവിനെ വിളിക്കാൻ കൃഷിഭൂമിയിൽ പോയി. എന്താ അമ്മേ, എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാനാണമ്മേ.
അമ്മയുടെ മകൻ. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് 4 ദിവസമായി. പെട്ടെന്ന് തന്നെ എനിക്ക് ഇഷ്ടമുള്ള പരിപ്പും ചിക്കൻ ഫ്രൈയും മുട്ട സൂപ്പും ഉണ്ടാക്കി തരൂ. കമലബായി ഞെട്ടിത്തന്നെ അവിടെ നിന്നുപോയി. കാരണം അവൻ ആഗ്രഹത്തോടെ പറഞ്ഞ സാധനങ്ങൾ വാസ്തവത്തിൽ ആ സാധനങ്ങൾ നന്ദുവിന് ഇഷ്ടപ്പെട്ടതാ. പക്ഷെ അവൻ നന്ദു അല്ല. ഇതാരാണെന്ന് അവൾ ആലോചിച്ചു. അപ്പോൾ വിമൽ വന്നു. നീ ആരാണ്? എന്തിനാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഇവിടുന്ന് പോ. എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നിങ്ങൾ ആരാണ്? നീയും എന്നെ പോലെ നമ്മുടെ അമ്മയുടെ മകൻ തന്നെയല്ലേ? നീ ഇവിടുത്തെ മൂത്ത മകനാണെങ്കിലും ഈ വീട് എന്റെയും കൂടിയാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞ് നീ ആകെ മാറിപ്പോയി. ഏട്ടത്തിയുടെ വാക്ക് കേട്ട് നീ എന്നെ നഗരത്തിലേക്ക് പറഞ്ഞയച്ചു. ഇത് കേട്ട് ഞെട്ടിപ്പോയ വിമൽ അന്തം വിട്ടവിടെ തന്നെ നിന്നു. സത്യത്തിൽ ഇവൻ ആരാണ്? ശബ്ദം കേട്ടിട്ട് എന്റെ അനുജനെ പോലെ തന്നെയുണ്ട്. നന്ദുവിനും വിമലിനും മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അവനോട് ചോദിച്ചു. അവൻ എല്ലാത്തിനും ശരിയായ ഉത്തരം കൊടുത്തു. എന്താ അമ്മേ, എനിക്ക് വിശക്കുന്നുണ്ട്. ഭക്ഷണം തരാതെ എന്നെ എന്തിനെങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? കമലാബായി സ്വന്തം മോന് വേണ്ടി ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി ബകാസുരനെ പോലെ അടുക്കളയിലിരുന്ന് അവൻ കഴിച്ചു. അവൻ പ്രേതത്തിനെ പോലെ അണ്ടാവിലുണ്ടാക്കിയ എല്ലാ ആഹാരവും തിന്നു തീർത്തു. അവൻ അയൽപക്കത്തുനിന്ന് കൊണ്ടുവന്ന അരി പച്ചക്കറിയും കഴിച്ചു. 4 പാത്രം ചോറ്, 2 കോഴി, 8 മുട്ട സൂപ്പ്, തോരൻ എല്ലാം കഴിച്ച് എമ്പക്കവും വിട്ട് പുറത്തേക്ക് വന്നു. വഴിയിൽ കുറച്ചു നേരം നടന്ന് ഒരു മരത്തിന്റെ അടിയിൽ നിന്നു. 6 മാസമായിട്ടുള്ള വിശപ്പ് മാറി. അങ്ങനെ പറഞ്ഞവൻ താഴെ വീണ് വിറച്ച ചോര ഛർദ്ദിച്ചും മരിച്ചുപോയി. രാവിലെ ആയപ്പോൾ എല്ലാവരും ശവത്തിന്റെ അടുത്ത് തന്നെ വന്ന് നിപ്പായി. കമലാബായി വിമലിനും ശ്യാമളയ്ക്കും ഒന്നും മനസ്സിലായില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു. ഗ്രാമപ്രധാൻ വൈദ്യനെ വിളിപ്പിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോ ഒരുപാട് ഭക്ഷണം കഴിച്ച് അയാളുടെ വയറ് നിറഞ്ഞിരിക്കുകയാണ്. ശ്വാസനാളത്തിൽ വെള്ളം കയറിയാണ് അയാൾക്ക് മരണം സംഭവിച്ചത്. ഇയാൾ ആരാണ്? ഏത് ഗ്രാമത്തിലെയാണ്? ഇവിടെ വന്ന് മരിച്ചിരിക്കുന്നല്ലോ. നമ്മുടെ ശ്മശാനത്തിലെ ദഹിപ്പിച്ചിട്ട് അസ്ഥികളെല്ലാം കമലാബായുടെ കുടുംബത്തിന് നൽകുക. അങ്ങനെ പറഞ്ഞു പോയി. ആ ശവത്തിനെ കത്തിച്ച് ഗ്രാമപ്രധാൻ പറഞ്ഞതുപോലെ ചാരത്തെ ഒരു പാത്രത്തിലാക്കി വിമലിന് കൊടുത്തിട്ട് പോയി. അസ്ഥിചാരത്തെ വീട്ടിൽ കൊണ്ടുവരാൻ സമ്മതിച്ചില്ല അമ്മ. ആരുടെ അസ്ഥിയാ കൊണ്ടുവരുന്നത് വീട്ടില്? അത് പുറത്ത് കളഞ്ഞിട്ട് വാ. ഈ ദരിദ്രൻ നമ്മുടെ ആരും അല്ല. അമ്മേ, ആ പാവം ആരാണെന്ന് അറിയില്ല. നമ്മുടെ നന്ദുവിനെ പോലെ സംസാരിച്ച് അവൻ എന്തിനാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത്? നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ അടക്കം ചെയ്യാം. അവന്റെ ബന്ധുക്കൾ വന്ന് ചോദിച്ചാൽ കൊടുക്കാം. അങ്ങനെ പറഞ്ഞ് പുറകിൽ പശുവിന്റെ അടുത്ത് തന്നെ ഒരു കുഴി കുഴിച്ചിട്ടു. പാതിരാത്രി ആയപ്പോ വിമൽ വല്ലാത്ത രൂപത്തിൽ കാറ്റത്ത് പറക്കാൻ തുടങ്ങി. കമലാബായി, ശ്യാമള വിമലിനെ ഇങ്ങനെ കണ്ടപ്പോ പേടിച്ചുപോയി. രാവിലെ ആയപ്പോഴേക്കും അതേ ഗ്രാമത്തിലെ സ്വാമിജിയെ വിളിപ്പിച്ചു. മാന്ത്രിക വെള്ളം അവന്റെ മേത്ത് തെറിപ്പിച്ചപ്പോ അവൻ കട്ടിലിൽ വീണു. കൃഷ്ണമണിയൊന്നും കാണുന്നില്ലായിരുന്നു. അതെല്ലാം നേരെയായി. സ്വാമി, എന്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. നിലവിൽ സുഖമായിരിക്കുന്നു. എന്നാൽ അവന്റെ ശരീരത്തിലുള്ള പ്രേതാത്മാവിനെ ഒഴിവാക്കിയില്ലെങ്കിൽ അപകടമാണ്. പ്രേതാത്മാവോ? എന്റെ ഭർത്താവിനോ? പ്രേതാത്മാവ് എന്റെ ഭർത്താവിനെ എന്തിനാ പിടിച്ച സ്വാമി? അറിയില്ല മകളെ. ഒരു ശക്തനായ മന്ത്രവാദിക്ക് ഇത് കണ്ടുപിടിക്കാൻ കഴിയൂ. വിമലിന്റെ അനുജനെ അയച്ച് ഒരു നല്ല തന്ത്രിയെ വിളിച്ചുകൊണ്ടുവരാൻ പറയൂ. ശ്യാമള പോയി നന്ദുവിന്റെ കൂട്ടുകാരൻ സൂര്യനോടെല്ലാം പറഞ്ഞ് നഗരത്തിൽ പോയി നന്ദുവിനെ വിളിച്ചോണ്ട് വരാൻ പറയും. ശരി ചേച്ചി, ഞാൻ ഇപ്പൊ തന്നെ പോവാം. സഹോദരനെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ പറഞ്ഞ് അവന്റെ സൈക്കിളിൽ നഗരത്തിലേക്ക് പുറപ്പെട്ടു. ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞ് നഗരത്തിൽ നന്ദു ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി. അവിടെ അന്വേഷിച്ചപ്പോ ഏത് നന്ദു? ആ കള്ളൻ എവിടെയൊന്നല്ല ജോലി ചെയ്യുന്നത്. ഒരാഴ്ച മുമ്പ് എന്നോടൊന്നും പറയാതെ ആ കള്ളൻ ഇവിടെ നിന്ന് പോയി. പോകുന്ന വഴിക്ക് എന്റെ ഉപകരണം മോഷ്ടിച്ചാ പോയത്. നഗരത്തിൽ തപ്പി നോക്കി. എവിടെയും നന്ദുവിനെ കിട്ടിയില്ല. സൂര്യ തിരിച്ചു വരുന്ന സമയം ഇരുട്ടായിരുന്നു. അവനൊരു മരത്തിന്റെ അടിയിൽ വിശ്രമിക്കുമായിരുന്നു. അവിടെ ജോഗിപൂരിൽ വിമലിന്റെ അവസ്ഥ ഓരോ ദിവസം വഷളായിക്കൊണ്ടിരുന്നു. മുഖത്ത് മുഴുവൻ വിള്ളലുകൾ, പല്ല് പുറത്തോട്ട്, രാക്ഷസരെ പോലെ തന്നെ ആയി. അവൻ ഭയങ്കരമായി നിലവിളിക്കുന്നു. സ്വാമിജി കൊടുത്ത രക്ഷാ കയറ് വെച്ച് അവനെ കട്ടിലിൽ കെട്ടിയിട്ടു.
രാവിലെ ആയിക്കഴിഞ്ഞു. സൂര്യ എണീറ്റ് വീട്ടിലേക്ക് പോവുകയായിരുന്നു. കുറച്ച് ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞു വരുന്നതായിട്ട് അവൻ കണ്ടു. അവൻ അവരോട് ചോദിച്ചു, കണ്ടർ കിണറിൽ ഒരു ശവശരീരം വെള്ളത്തിൽ പൊങ്ങിയിരിക്കുന്നു എന്ന്. ഗ്രാമത്തിലെ മുഖ്യയുടെ മുമ്പിൽ വെച്ച് ശവത്തിനെ പുറത്തോട്ട് എടുക്കുകയായിരുന്നു. പോയി നോക്കിയപ്പോഴേക്കും കിണറിൽ നിന്നും ശവത്തെ കെട്ടി വലിച്ച് പുറത്തോട്ടെടുക്കുന്നു. എല്ലാവരും ഞെട്ടലോടെ തന്നെ നോക്കുന്നു. അത് നന്ദുവിന്റെ ശവമായിരുന്നു. കൂട്ടുകാരൻ മരിച്ചുപോയെന്ന് അറിഞ്ഞ് സൂര്യ ഒരുപാട് കരയും. നന്ദുവിന്റെ അമ്മ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവര് ഹൃദയം പൊട്ടി മരിക്കും. വിമൽ ചേട്ടനാണെങ്കിൽ അവിടെ ആ അവസ്ഥയിൽ കിടക്കുന്നു. ഇപ്പൊ ഏതായാലും നന്ദുവിന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. നന്ദുവിനെ നഗരത്തിൽ കണ്ടില്ലെന്ന് അവരോട് പറയാം. അവൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതി അവർ ജീവിതകാലം അങ്ങനെ ജീവിക്കട്ടെ. ഇതാലോചിച്ച് അവൻ ആ ഗ്രാമത്തിൽ അവന്റെ കൂട്ടുകാരന്റെ അന്തിമ സംസ്കാരം ചെയ്ത് വിഷമിച്ച് തന്നെ തിരിച്ചവൻ ജോഗിപൂറിലേക്ക് പുറപ്പെട്ടു. നന്ദുവിന്റെ വീട്ടിൽ പോയി കള്ളം പറഞ്ഞു അവൻ നഗരത്തിലില്ലെന്ന്. വിമലിനെ കാണാൻ വിമലിന്റെ മുറിയിലോട്ട് പോയി. വന്നോ ദുഷ്ട, എന്നെ എന്റെ ഭാര്യയുടെ അടുത്തേക്ക് കൊണ്ടുപോ. അവൾ എന്നെ കാത്തിരിക്കുകയാണ്. സൂര്യ അത് കണ്ടും കേട്ട് പേടിച്ച് പുറത്തോട്ട് വന്നു. അടുത്ത ദിവസം സൂര്യ എരുമേനെ നോക്കുകയായിരുന്നു. പങ്കജ് എന്നു പേരുള്ള ഒരാള് വന്നു. അല്ല സൂര്യ, നീ കുറെ നാളായിട്ട് ഭൂമി വാങ്ങുന്നതിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നില്ലേ? ആ സ്ഥലം കാണാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നില്ലേ? അവിടെ ഒരു ഗ്രാമത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നീ വാങ്ങുന്നോ? പങ്കച്ചേട്ടാ, എന്റെ കയ്യിൽ ഒരുപാട് സ്ഥലം വാങ്ങാനുള്ള പൈസയൊന്നും ഇല്ല. പാലൊക്കെ വിറ്റ് കിട്ടിയ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ. നിന്റെ കയ്യിൽ പൈസ ഇല്ലേ? അവിടെയുള്ളത് ഒരു തരിശു ഭൂമിയാണ്. അതുകൊണ്ട് അതിന് വില കുറവാ. കിണർ കുഴിച്ചാൽ പോലും വെള്ളം കിട്ടത്തില്ല. അതുകൊണ്ടാണ് അവർ വില കുറച്ച് തരുന്നത്. അതുമാത്രമല്ല, അവർക്ക് പൈസയ്ക്ക് അത്യാവശ്യവുമാണ്. ശരി ചേട്ടാ, നാളെ എന്റെ വീട്ടിലേക്ക് വരൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 3/4 ഭാഗവും പണം തരാം. ബാക്കി തരാനുള്ള പണമെല്ലാം കച്ചവട സമയത്ത് ഞാൻ ചേട്ടന് തന്നോളാം. ബാക്കി പൈസ കൂടി തരുമ്പോൾ സ്ഥലം നിന്റെ പേരിൽ എഗ്രിമെന്റ് ചെയ്യും. ശരി ചേട്ടാ, നാളെ കാണാം. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവന്റെ നിഴൽ അവന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നിഴലിൽ അവന്റെ മേളിൽ ആരോ ഇരിക്കുന്നതായി തോന്നി. എന്നിട്ട് പോവുകയും ചെയ്തു. പേടിച്ച് നിലവിളിക്കുമായിരുന്നു. ആരാ ആരാ? ഞാനാടാ, സൂര്യ, നന്ദു. നീ എന്റെ സുഹൃത്തല്ലേ? അതുകൊണ്ടാ നിനക്കെന്റെ ശബ്ദം കേൾക്കുന്നത്. സൂര്യക്ക് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. ഞെട്ടലോടെ കേൾക്കുകയായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ടും അവന്റെ കൂട്ടുകാരൻ കൂടെയുണ്ട്. അതവന് ഒരുപാട് സന്തോഷമായി. അതേ നന്ദു, നിന്റെ മൂത്ത ജ്യേഷ്ഠന്റെ ദേഹത്ത് പ്രേതം കയറി മരണത്തോട് മല്ലിടുകയാണ്. അമ്മയും ചേച്ചിയും കരഞ്ഞുകൊണ്ടിരിക്കുക. അവരെ കുറിച്ചോർത്ത് എനിക്ക് വിഷമമില്ല. അവരല്ലേ എന്നെ ജോലി ചെയ്യാൻ നഗരത്തിലേക്ക് പറഞ്ഞയച്ചത്. നീ എന്റെ യഥാർത്ഥ സുഹൃത്താണ്. അതുകൊണ്ടല്ലേ എനിക്ക് വേണ്ടി വന്നത്. സൂര്യക്ക് ആ കാര്യത്തിൽ വിശ്വാസമായി. ആ ദിവസം തൊട്ട് അദൃശ്യമായ കൂട്ടുകാരന്റെ കൂടെ തന്നെ നടക്കാനും തുടങ്ങി. അല്ല സൂര്യ, നീ ഈ പൊള്ളുന്ന വെയിലിൽ ആടുമാടുകളെ തെളിച്ചു നടന്ന് നിന്റെ ആരോഗ്യം നീ നശിപ്പിക്കുകയാണോ? ഈ എരുമകളെ വിറ്റ് നീ നഗരത്തിലേക്ക് വാ. ഞാൻ നിനക്ക് ചൂതാട്ടത്തിൽ ജയിക്കാനുള്ള എളുപ്പ വഴി പറഞ്ഞു തരാം. അങ്ങനെ നിനക്ക് കോടിപതിയാകാം. അവനെ അവന്റെ മനസ്സ് മാറ്റി കഷ്ടപ്പെട്ട് ജീവിച്ച സൂര്യയെ ഓരോ എരുമനെ വിൽക്കാനായിട്ട് നിർബന്ധിച്ചു. ചൂതുകളിയിലെല്ലാം അവൻ നഷ്ടപ്പെടുത്തി. എല്ലാം നഷ്ടപ്പെട്ടു പോയ സൂര്യ ഒരുപാട് കരഞ്ഞു. കരഞ്ഞുകൊണ്ടിരുന്ന സൂര്യയോട്, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? നീ വിഷമിക്കണ്ട. അടുത്ത ദിവസം നമ്മുടേതാണ്. എവിടെയെങ്കിലും ചെന്ന് അന്വേഷിച്ച് സ്വർണവുമായിട്ട് നാളെ വരൂ. അയ്യോ, മിച്ചമുണ്ടായിരുന്ന മുഴുവൻ പണവും ഞാൻ സ്ഥലം വാങ്ങുന്നതിനായിട്ട് കൊടുത്തു. എരുമകളെ വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് ബാക്കി പൈസയും കൊടുക്കാമെന്നാ വിചാരിച്ചിരുന്നത്. സത്യത്തിൽ നാളെ നമ്മൾ ജയിക്കോ? എടാ, നീ എന്നെ വിശ്വസിക്കേ. ഇനി നിന്റെ വിഷമം മാറണമെങ്കിൽ പോകൂ. ഗ്രാമത്തിന്റെ അവസാനത്തെ അറ്റത്ത് അങ്ങനെ ഒരു സ്ഥലമുണ്ട്. സൂര്യനെ ഗ്രാമത്തിൽ നിന്ന് ദൂരെ ഷാപ്പിലോട്ട് കള്ളുകുടിക്കാൻ കൊണ്ടുപോയി. തലയ്ക്ക് പിടിക്കുന്നവരെ കുടിപ്പിച്ചു. ഞാൻ നഗരത്തിൽ പോയി നശിച്ചു പോയി. നീ ഈ ഗ്രാമത്തിൽ നന്നായി ജീവിക്കുന്നു. കൃഷിയിടങ്ങളും വസ്തുവെല്ലാം വാങ്ങി നീ സമ്പന്നനായി ജീവിക്കാമെന്ന് കരുതിയല്ലേ ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം? നിന്നെ ഞാൻ നിർബന്ധിച്ച് ആത്മഹത്യ ചെയ്യിപ്പിക്കും. മനസ്സിലായോ? നീയും എന്റെ അടുത്തേക്ക് വന്നോളൂ. പക്ഷെ ദിവസം പോകുന്തോറും സൂര്യയുടെ ഈ പെരുമാറ്റം കണ്ട് അച്ഛൻ നല്ലോണം അവന് വഴക്ക് പറഞ്ഞു. പക്ഷെ ആദ്യമായിട്ട് സൂര്യ അച്ഛന്റെ മേളിൽ ദേഷ്യപ്പെട്ടു. എന്താ എന്റെ മകൻ സൂര്യക്ക് സംഭവിച്ചത്? എന്നോട് ഇപ്രകാരം സംസാരിക്കുന്ന രീതിയിൽ ഇവൻ എന്നാണ് മാറാൻ തുടങ്ങിയത്? അവന്റെ ബുദ്ധിക്ക് മോശം സംഭവിച്ചതാണോ? അതോ വല്ല പ്രേതവും തലയിൽ കയറിയതാണോ? അവൻ എന്തോ സംഭവിച്ചതുപോലെ എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ആലോചിച്ച് അടുത്തുള്ള സുഹൃത്തിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ്, എന്ത്, നമ്മുടെ സൂര്യ ഇങ്ങനെയൊക്കെ പെരുമാറുന്നെന്നോ? എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും അവൻ സ്വയം സംസാരിക്കുന്നത് പോലെയൊക്കെ പെരുമാറുന്നുണ്ട്.
അപ്പോൾ അവന് വല്ല പ്രേതബാധയും കൂടിയിരിക്കണം. എന്തായാലും നാളെ ഒരു സ്ഥലത്തേക്ക് ഞാൻ അവനെ കൊണ്ടുപോകാം. അങ്ങനെ പറഞ്ഞ് അടുത്ത ദിവസം സൂര്യനെ നിർബന്ധിച്ച് രണ്ടുപേരും മൗവയിൽ മന്ത്രവാദിനി കാക്കിയുടെ അടുത്ത് പോയി നടന്നതെല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞു. ഗബ്രജാമം ഗബ്രജമാഞ്ചു ഗബ്രജാമം ഗബ്രജമാഞ്ചു. മന്ത്രം വായിച്ചപ്പോഴേക്കും സൂര്യയുടെ മുതുകിലിരുന്ന നന്ദുവിന്റെ പ്രേതാത്മാവ് വെളി വന്നു. നേരെ മന്ത്രവാദിനി കാക്കിയുടെ അടുത്ത് വന്നു. പറയൂ, എന്തിനാണ് സൂര്യയുടെ കൂടെ ഇങ്ങനെ നടന്ന് അവനെ നശിപ്പിക്കാനായിട്ട് നോക്കുന്നത്? നഗരത്തിൽ ജോലി ചെയ്യാതെയും പൈസ കിട്ടാതെയും ആയപ്പോ ആരും അറിയാതെ ഫാക്ടറിയിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കുമായിരുന്നു. എന്നാൽ ഒരിക്കൽ മുതലാളി അത് കണ്ടുപിടിച്ചു. അവിടെ നിന്നാൽ മോഷ്ടിച്ച തുക തിരിച്ചു കൊടുക്കാതെ അവരെന്നെ വിടില്ല. അതുകൊണ്ട് ആരോടൊന്നും പറയാതെ ഞാൻ ജോലി ചെയ്തിരുന്ന ചുറ്റികയും എടുത്ത് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോന്നു. കയ്യിലാണെങ്കിൽ ഒരു പൈസ ഉണ്ടായിരുന്നില്ല. കഴിക്കാൻ ഒരു ഭക്ഷണവുമില്ലാതെ വിശന്ന് വലഞ്ഞ് കാട്ടിലൂടെ നടന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ചുറ്റിക വിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ പഴയ ചുറ്റിക ആയതുകൊണ്ട് അത് വാങ്ങിക്കാനായി ആരും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നടന്ന് താൻപൂർ എന്ന സ്ഥലത്തേക്കെത്തി. എൻ്റെ ശക്തിയെല്ലാം ചോർന്നു പോയിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും വയർ നിറച്ച് കഴിക്കണമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു വീടിനകത്തേക്ക് കയറിക്കൂടി. ശബ്ദം കേട്ട് ആ വീട്ടിലെ വയസ്സനായ ഒരാൾ എഴുന്നേറ്റു. കള്ളൻ, കള്ളൻ, അവനെ പിടിക്കൂ! ഗ്രാമവാസികൾ എന്നെ പിടികൂടുമെന്ന് പേടിച്ച് ആ ഇരുണ്ട രാത്രിയിൽ ഞാൻ ഓടി ഒരു കിണറ്റിനകത്തേക്ക് വീണു. ചുറ്റികയുടെ ഭാരം മൂലം ഞാൻ മുങ്ങി മരിച്ചു. വിശന്ന് മരിച്ചതുകൊണ്ട് ഞാനൊരു പ്രേതാത്മാവായി. വീട്ടിലേക്ക് നടന്നുകൊണ്ടിരുന്ന പ്രണവിന്റെ ശരീരത്തിൽ കയറി. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് നടന്നു. ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവൻ അവന്റെ വയറ് പിളർന്ന് മരിച്ചുപോയി. ഞാൻ പ്രേതമായി ചെന്ന് എന്റെ ജ്യേഷ്ഠന്റെ ശരീരത്തിലേക്ക് കയറി. എന്റെ ജ്യേഷ്ഠൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരിക്കും. ഞാൻ ആത്മാവായി മാറി മരിച്ചു കിടക്കുന്ന എന്റെ മൃതദേഹത്തിനരികെ കിണറിനടുത്തേക്ക് ഞാൻ ചെന്നു. 4 ദിവസം കഴിഞ്ഞ് അരയിലെ ചുറ്റിക തെന്നിമാറി ഞാൻ വെള്ളത്തിന് മുകളിലെത്തി. നാട്ടുകാരത് കണ്ടു. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് സൂര്യ വന്ന് എൻ്റെ ശരീരം കണ്ടത്. എന്നെ അടക്കം ചെയ്തത് സൂര്യയാണ്. ഞാൻ വീണ്ടും പ്രേതാത്മാവായി മാറി. പക്ഷേ അവൻ സന്തോഷത്തോടെ ജീവിക്കുന്നു. അവനെയും എന്നെപ്പോലെ പ്രേതാത്മാവാക്കാനായിട്ട് ഞാൻ അവൻ്റെ ശരീരത്തിൽ കയറാൻ തീരുമാനിച്ചു. എന്നാൽ അവൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണ വലയം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കതിന് കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ അവനെ നിർബന്ധിച്ച് തെറ്റുകൾ ചെയ്യിപ്പിച്ചു. എൻ്റെ വാക്ക് കേട്ട് അവൻ കടക്കണിയിൽ കുടുങ്ങി. അങ്ങനെ വിഷമിച്ച് അവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്കില്ലാത്ത സന്തോഷം എൻ്റെ സുഹൃത്തിനും ഉണ്ടാവരുത്. ഇതെല്ലാം കേട്ട് സൂര്യയുടെ കണ്ണ് നിറഞ്ഞുപോയി. കൂട്ടുകാരനെ വിശ്വസിച്ച് അതിനിത്രയും വലിയ ചതി അതാലോചിച്ച് അവന് വിഷമമായി. നിന്നെ പോലത്തെ വൃത്തികെട്ട സുഹൃത്തുക്കളൊക്കെ കാരണം നല്ല സൗഹൃദങ്ങൾ അറിയാൻ പറ്റുന്നില്ല. പൊക്കോ, ഇല്ലെങ്കിൽ ഞാൻ ഭസ്മമാക്കി കളയും. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും നന്ദുവിന്റെ ആത്മാവ് അപ്രത്യക്ഷമായി. നിങ്ങൾ ആ ദുഷ്ടപ്രേതാത്മാവിനെ എന്തിനാ വിട്ടുകളഞ്ഞത് മുത്തശ്ശി? ആ പ്രേതാത്മാവിനെ കെട്ടിയിടണം എന്നുണ്ടെങ്കിൽ അന്ധേരി തന്ത്രം ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് സമയം ഒട്ടുമേ ഇല്ല. അങ്ങനെ പറഞ്ഞ് സൂര്യയ്ക്കൊരു സഞ്ചി കൊടുത്ത് അവന്റെ ചെവിയിൽ എന്തോ പറഞ്ഞ് ജോഗിപൂരിലോട്ട് പോയി. വിമലിന്റെ നാലും ചുറ്റും തീപ്പന്തം വെച്ച് ഗബ്രജാമം ഗബ്രജമാഞ്ചു ഗബ്രജാമം ഗബ്രജമാഞ്ചു. മന്ത്രം വായിച്ചപ്പോഴേക്കും ആ 4 ദീപവും വിമലിന്റെ വയറ്റിലോട്ട് പോയി. വിമലിന്റെ അകത്തുണ്ടായിരുന്ന ആത്മാവ് പുറത്തോട്ട് വന്നു. നീ വിമലിനെ എന്തിനാണ് പിടിച്ചത്? ഞാൻ ആ മാവിൻ തോട്ടത്തിന് കാവലിരിക്കുകയായിരുന്നു. അവൻ്റെ ആത്മാവെന്നെ പിടികൂടി. എന്നിട്ട് എന്നെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ച് എൻ്റെ വയറ് പൊട്ടി ഞാൻ മരിച്ചു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ അവൻ്റെ ജ്യേഷ്ഠൻ്റെ ശരീരത്തിൽ കയറി. ഇവൻ മരിച്ചാലേ എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ. നന്ദുവിൻ്റെ ആത്മാവ് അവനിലേക്ക് വന്നിരുന്നു. പക്ഷേ അവന് രക്ഷയുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ ഗർഭിണിയായ ഭാര്യ ഒറ്റയ്ക്കാണ്. ഞാനല്ലാതെ അവൾക്ക് ആരുമില്ല. ഞാൻ നിന്റെ ഭാര്യനെ സ്വന്തം മകളെ പോലെ നോക്കിക്കോളാം. എന്തായാലും എന്റെ ചെറിയ മോൻ ചെയ്ത തെറ്റ് നീ ക്ഷമിക്ക്. എന്റെ മൂത്ത മകനെ നീ വെറുതെ വിട്.
ഒരിക്കലുമില്ല. ജീവന് പകരം ജീവൻ മാത്രം. ഗബ്രജാമം ഗബ്രജമാഞ്ചു ഗബ്രജാമം ഗബ്രജമാഞ്ചു. മന്ത്രം വായിച്ച് ആത്മാവിൽ ഭസ്മമിട്ട് ആത്മാവ് ശാന്തയായി. കാറ്റത്തത് അപ്രത്യക്ഷമായി. ശ്യാമല, കമല പ്രണവിന്റെ ഭാര്യനെ വിളിക്കാൻ താൻപൂരിലോട്ട് പോയി. കൂട്ടുകാരൻ കാരണം ചതിക്കപ്പെട്ട സൂര്യഗ്രാമത്തിന് പുറമേ ഉള്ള ഒരു വരണ്ടിരിക്കുന്ന ഭൂമിയിലിരുന്ന് വിഷമിക്കുകയായിരുന്നു. അതെ, അവര് പറഞ്ഞതൊന്നും സത്യമല്ല കേട്ടോ. ഞാൻ യഥാർത്ഥത്തിൽ നിന്റെ സുഹൃത്ത് തന്നെയാണ്. പോത്തിനെ വിൽക്കാൻ നിന്നെ ഞാൻ നിർബന്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ തരിശു ഭൂമി വാങ്ങി നീ കബളിപ്പിക്കപ്പെട്ടേനെ. എന്റെ കയ്യിൽ വിൽക്കാനായി ഇനി ഒന്നും തന്നെയില്ല. ഞാൻ ഇനി എന്തു ചെയ്യും? ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ആ മരത്തിന്റെ മുകളിൽ കയറി തൂങ്ങി മരിക്ക്, അല്ലെങ്കിൽ കുന്നിന്റെ മുകളിൽ നിന്ന് ചാടി മരിക്ക്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും പ്രേതാത്മാക്കളായി ചുറ്റിക്കറങ്ങി നടക്കാമല്ലോ. സൂര്യയ്ക്ക് കാക്കി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു. നിന്നെ പോലത്തെ വൃത്തികെട്ട സുഹൃത്തുക്കളൊക്കെ കാരണം നല്ല സൗഹൃദങ്ങൾ അറിയാൻ പറ്റുന്നില്ല. അത് മലിച്ച് നാലും കൂടി നോക്കി. വരണ്ടിരിക്കുന്ന ഭൂമിയുടെ അടുക്കെ ഒരു വലിയ കല്ലുണ്ടായിരുന്നു. ഇതിനു ചുറ്റും കുന്നുകളൊന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെ ഈ പാറ ഇവിടെ എത്തിയത്? വല്ലാതെ കഷ്ടപ്പെട്ട് ആ കല്ലിനെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. എന്താണ് ചെയ്യുന്നത്? എന്തിനാ ആ പാറ അവിടെ നിന്ന് മാറ്റുന്നത്? കുഴിയിൽ ചാടി ആത്മഹത്യ ചെയ്യാനാണോ? ഞാൻ സഹായിക്കാം, മരിച്ചോളൂ. ഒരുപാട് കഷ്ടപ്പെട്ട് കല്ല് മാറ്റി നോക്കിയപ്പോഴേക്കും കല്ലിന്റെ താഴെ ഒരുപാട് വജ്രങ്ങൾ ഉണ്ടായിരുന്നു. ഏയ് നന്ദു, കണ്ടില്ലേ, പാറയ്ക്കടിയിൽ വജ്രങ്ങൾ ഇരിപ്പുണ്ട്. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എന്തിനാ? എന്തായാലും നീ മരിക്കാൻ പോവല്ലേ? നീ വജ്രത്തെക്കുറിച്ച് ചിന്തിക്കുകയാണോ? അത് നിറമുള്ള കല്ലുകളാണ്. അത് വിറ്റ് കഴിഞ്ഞാൽ 10 പൈസ പോലും കിട്ടില്ല. ചെല്ല്, വേഗം മരിക്ക്. ഈ നിറമുള്ള കല്ലുകൾ എടുത്ത് ഞാൻ വിറ്റ് അതിൽ കിട്ടുന്ന ചെറിയ പൈസ കൊണ്ട് ചൂത് കളിച്ചു കഴിഞ്ഞ് ഞാൻ മരിച്ചോളാം. ആ, എന്നാ ശരി. ആ കുഴിയിലോട്ട് വന്നു നന്ദുവിന്റെ ആത്മാവ്. പെട്ടെന്ന് തന്നെ സൂര്യ ആ കല്ലെടുത്ത് ആ കുഴിയുടെ അങ്ങോട്ടേക്ക് നീക്കി വെച്ചു. ആ കുഴി അടഞ്ഞുപോയി. നന്ദുവിന്റെ പ്രേതാത്മാവിനെ തടങ്കിലാക്കി. അവന്റെ ആത്മാവ് എന്തടവും പ്രയോഗിച്ച് നിന്നെ കുഴിയിൽ ചാടിക്കാൻ നോക്കും. അത് മറക്കണ്ട. നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് ഒരു നിമിഷത്തേക്ക് അവനെ പൊട്ടനാക്കി ഞാൻ തന്ന സാധനം വെച്ച് അവനെ തടങ്കിലാക്കേണ്ടത് നിന്റെ കഴിവ്. കാക്കി കൊടുത്ത ഭസ്മം അവിടെ കുടഞ്ഞവൻ എന്നേക്കുമായി ഇരുട്ടിൽ നന്ദുവിന്റെ ആത്മാവ് തടങ്കിലായി. കിട്ടിയ വജ്രത്തിന്റെ പൈസ കൊണ്ട് വരണ്ട ഭൂമിയും എരുമകളെയും വാങ്ങിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. കുറച്ച് പൈസ കമലബായിക്കും കുറച്ച് പ്രണവിന്റെ ഭാര്യയ്ക്കും കൊടുത്തു. പ്രണവിന്റെ അസ്ഥിയെ പുറകിൽ കുഴിച്ചിട്ടൊരു സമാധി ഉണ്ടാക്കി കമലബായി സ്വന്തം മകളെ പോലെ തന്നെ വസന്തിയെ നോക്കാൻ തുടങ്ങി. എല്ലാ സൗഹൃദങ്ങളും ചീത്തയല്ല, ഒന്നോ രണ്ടോ ഉണ്ടാവും. എല്ലാവരും അങ്ങനെയല്ല. ശരിയല്ലാത്ത സൗഹൃദങ്ങളെ നമ്മൾ കണ്ടുപിടിച്ച് ദൂരെ മാറി നിൽക്കുന്നത് തന്നെ നമുക്ക് നല്ലത്. നിങ്ങളുടെ സത്യസന്ധതയായിട്ടുള്ള സുഹൃത്തിന്റെ പേര് കോമന്റ് ചെയ്യൂ.